നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ലീപ് ഇയർ, അധിക വർഷം എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇടുന്ന വീഡിയോകൾ മെൻ്റൽ മാത്സ് ആയിട്ട് എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിൻ്റെ വിശദമായ വിവരം വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്നത്തെ അധിക വർഷം ലീപ് ഇയർ. ഒരു വർഷം എന്ന് പറയുന്നത് 365 ഡേയ്സ് അല്ലെങ്കിൽ 366 ഡേയ്സ് ആണ്. 1 ഇയർ 52 വീക്സ് പ്ലസ് 1 ഡേ വരും. ഒരു വർഷത്തിൽ 12 മന്ത്, ജാനുവരി മുതൽ ഡിസംബർ വരെ ഓരോ മാസവും 31 ഡേയ്സ് അല്ലെങ്കിൽ 30 ഡേയ്സ് ആണ് ഉള്ളത്. ഫെബ്രുവരി മാത്രം 28 അല്ലെങ്കിൽ 29. ഈ ഓരോ മാസത്തിൽ എത്ര ദിവസം ഉണ്ട് എന്ന് നോക്കുന്നതിന് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചാൽ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, എഗെയിൻ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ പൊങ്ങി ഇരിക്കുന്ന ഭാഗം 31 ഡേയ്സും ഈ താഴെയുള്ള ഭാഗം 30 ഡേയ്സുമാണ്. ഫെബ്രുവരി മാത്രം 28 അല്ലെങ്കിൽ 29 ഡേയ്സ് ആയിരിക്കും. ഇനി ഫെബ്രുവരി 28 ആണോ 29 ആണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പം ഈ വർഷം 2026 എത്ര ദിവസമുണ്ട്, ഫെബ്രുവരി 28 ആണോ 29 ആണോ എന്നറിയാൻ ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് മാത്രം എടുക്കുക. 26 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ എന്ന് നോക്കുക. 4നെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പർ 1 2 3 4 5 അങ്ങനെ ഏതെങ്കിലും നമ്പറും കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 26 കിട്ടുമോ എന്ന് നോക്കുക. അപ്പം അല്ലെങ്കിൽ 26നെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുക. 26നെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുക. അപ്പോൾ സിസ്റ്റം 0 വരുന്നതെങ്കിൽ ഒരു വർഷം 29 ഡേയ്സ് ആയിരിക്കും. സിസ്റ്റം 1 2 3 വരികയാണെങ്കിൽ അത് 28 ഡേയ്സ് ആയിരിക്കും. ഇപ്പൊ 26നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സിസ്റ്റം വരും. 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 26 ഇല്ല. അപ്പൊ 2026 എന്ന് പറയുന്നത് 28 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഇനി 2030 എടുത്താൽ 30 4ൻ്റെ ഡിവിസിബിൾ ആണോ? 4ൻ്റെ ടേബിളിൽ ഉണ്ടോ? 4ൻ്റെ ടേബിളിലും ഇല്ല, 30 ഇല്ല. അപ്പോൾ 28 ഡേയ്സേ ഉള്ളൂ. ഇനി 2032 എടുത്താൽ 32 4ൻ്റെ ടേബിളിൽ 4 × 8 32 ആണ്. 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. റിമൈൻഡർ സിസ്റ്റം 0 ആയിരിക്കും. അപ്പോൾ 2032 29 ഡേയ്സ് ആണ് ഉള്ളത്. ഇനി വേറെ ഏതെങ്കിലും വർഷം എടുത്താൽ ഇപ്പം ഇയർ 5000 എടുത്താൽ ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് 0 വരികയാണെങ്കിൽ അത് 4ൻ്റെ ഡിവിസിബിൾ ആണ്. അപ്പോൾ 29 ഡേയ്സ് ഉണ്ടാവും. ഇനി 5001 ആണെങ്കിലോ? ഒരു കാര്യം, വൺസിൻ്റെ പ്ലേസ് അല്ലെങ്കിൽ ഈ നമ്പർ തന്നിരിക്കുന്ന വർഷം ഓഡ് നമ്പർ ആണെങ്കിൽ, ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ, അതായത് വൺസിൻ്റെ പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്ത് 1 3 5 7 9 വരികയാണെങ്കിൽ ഒരിക്കലും 29 വരില്ല, അത് 28 മാത്രമേ വരുള്ളൂ. ഇത് ഇരട്ടസംഖ്യ ആണെങ്കിൽ മാത്രം ഒറ്റയുടെ സ്ഥാനത്ത് 2 4 6 8 0 വരികയാണെങ്കിൽ മാത്രം നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സിസ്റ്റം 0 വരികയാണെങ്കിൽ 29 ഡേയ്സ് അല്ലെങ്കിൽ 28 ഡേയ്സ്. എക്സാമ്പിൾ ഒരെണ്ണം കൂടി കാണിക്കാം. 3084. 84 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്. അല്ലെങ്കിൽ 84നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 4s are 8, then 4 1 4s are 4, റിമൈൻഡർ 0. അപ്പം റിമൈൻഡർ 0 വന്നാൽ 29 ഡേയ്സ് ഉണ്ടാവും, അതർവൈസ് 28 ഡേയ്സ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. 7026 ഇത് ഫെബ്രുവരി 28 ആണോ 29 ആണോ? കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.